നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരി ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട സ്ഥിതിക്ക് ഇനി വ്രതം നോക്കിയല്ലേ അവന് ജീവിക്കാൻ പറ്റൂ. നമ്മുടെ പിടിയിൽ നിന്നും ഗിരിയെ അടർത്തിയെടുത്താൻ അവള് ചെയ്ത പണി കൊള്ളാം. ആയിക്കോട്ടെ, തൽക്കാലം ഗിരിയുടെ ഈ വ്രതം നോക്കലും ശബരിമലയ്ക്ക് പോക്കും ഒക്കെ നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാലോചിക്കും. അല്ല, ശബരിമലയ്ക്ക് പോവാൻ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ സംസർഗം പാടില്ല എന്നല്ലേ? പിന്നെ രാത്രി കിടപ്പ് ഒന്നിച്ചല്ലാന്നേ ഉള്ളൂ. പകല് മുഴുവൻ നമ്മളെ ആ ഏരിയയിലോട്ട് അടുപ്പിക്കാതെ ഗിരിയേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കുന്നത് അവള് തന്നെയല്ലേ? അതല്ലേ ഞാൻ ഈ പറഞ്ഞു തന്നു. വ്രതം എടുത്ത് നടക്കുന്ന ഗിരിയെ പകൽ മുഴുവൻ ഈ സുമിത തൊട്ടുരുമി നടന്നിട്ട് രാത്രി മാത്രം മാറിക്കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? സത്യത്തിൽ അവന്റെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാ കൂടെ വേണ്ടത്, അല്ലാതെ സുമിതയല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിതീഷേട്ടനും കൂടെ മാലയിട്ട് വ്രതം എടുത്ത് ഗിരിയേട്ടന്റെ കൂടെ പോക്കോ. ഞാനോ? അതിനെന്താ കുഴപ്പം? അത് മതി, അത് മതി. ഒരു കാര്യം ചെയ്യും, അമ്പ്യങ്ങളിനാവുമ്പോ വ്രതം എടുക്കാതിരുന്നോണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്കിള് മാലയിട്ട് വ്രതം എടുത്തോ, എന്നിട്ട് ഗിരിയേട്ടനോട് മലയ്ക്ക് വയ്ക്കോ. അതായിരിക്കും നല്ലത്. ഇനി നിന്നാ എനിക്ക് വൈകും. അത് ശരിയാ. സുമിതയെ അകറ്റി നിർത്താൻ അത് തന്നെയാ ഏറ്റവും നല്ല മാർഗം. അല്ല ചേച്ചി, എനിക്ക് ഈ ചെരുപ്പിടാൻ നടക്കാൻ ഒന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് മാലയിട്ട് വ്രതം എടുക്കാൻ നോക്ക്. നിങ്ങളുടെയൊക്കെ തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ നടക്കട്ടെ. എനിക്ക് പിന്നെ ടൂറും ചുറ്റിക്കളിയും ഒന്നും ഇല്ലാത്തോണ്ട് മാലയിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഗിരിയെയും സുമിതയും തമ്മിൽ പിരിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ട് ആ പോയവന്റെ അവന്റെ കൈവെള്ളയിലിരിപ്പുണ്ട്. കരിമല കയറ്റം കഠിനമന്റെ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ. സുമിതയും ഗിരിയെ അകറ്റാനുള്ള തുറുപ്പ് ചീട്ടോ? എന്താ അമ്പിയാ പറഞ്ഞതിന്റെ അർത്ഥം? ആർക്കറിയാം. സ്വാമി ശരണമയ്യപ്പ. ഓക്കെ, ഒരെണ്ണേ വാങ്ങിയുള്ളൂ. അതെ സർ. ചേച്ചി അമ്പിസ്വാമി ഇരിക്കെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കമ്പനി നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാമായ ഗിരിസാർ നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. സത്യത്തിൽ ഒരു കമ്പനിയുടെ അന്തരീക്ഷം അല്ല ഇന്നിവിടെ ഉള്ളത്, ഒരു കുടുംബാന്തരീക്ഷമാണ്. നമ്മളെല്ലാവരും സത്യത്തിൽ ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഔപചാരികമായ വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ SS ഗ്രൂപ്പ് ഇനിയും ഉയരങ്ങളിൽ എത്തുമെന്നുള്ളതിന് എനിക്ക് ഒരു സംശയവുമില്ല. സോ ഫ്രണ്ട്സ്, പ്ലീസ് എൻജോയ് ദ ലഞ്ച്. എന്നാ നമുക്ക് എല്ലാവർക്കും കഴിച്ചാലോ? അയ്യോ, ഞാൻ വെച്ചാണ്. എന്താണോ നോക്കി നിൽക്കുന്നത്? വെജിറ്റേറിയൻ എടുത്തോണ്ട് വാ. സർ, അത് അറേഞ്ച് ചെയ്തിട്ടില്ല.
വെജിറ്റേറിയൻ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടില്ലെന്നോ? ഹൗ റെസ്പോൺസിബിൾ. യെസ്. ആരാ ഇന്നത്തെ കാറ്ററിംഗ് കാര്യമൊക്കെ സെറ്റ് ചെയ്തത്? പോട്ടെ നിതീഷേ, അതൊന്നും സാരമില്ല. ഐ എം ഓക്കെ. ടെൻഷൻ ആവണ്ട. ഗിരിക്ക് എന്താണോ വേണ്ടത് നമുക്ക് ഇപ്പൊ തന്നെ അത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാലോ. മലയ്ക്ക് പോവാൻ മാലയിട്ട് പോയതിന്റെ പേരിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം പോലും നിനക്ക് ഇല്ലാതായി പോയല്ലോ മോനെ. അത് തന്നെയല്ലേ ഞാനും ഈ പറയുന്നു. ഇപ്പൊ അത്യാവശ്യമായിട്ട് ഈ വ്രതം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നിർബന്ധിച്ച് വ്രതം എടുപ്പിച്ചവർക്ക് ഒന്നും അറിയണ്ടല്ലോ. നിങ്ങളിപ്പോ ആരും വെറുതെ ടെൻഷൻ ആവണ്ട. എനിക്കൊരു ജ്യൂസോ മറ്റോ മതി. ശരി, ഞാനിപ്പോ തന്നെ ഓർഡർ ചെയ്യും. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ എല്ലാവരും കഴിക്കേ. എങ്ങനെ കഴിക്കൂ? ജ്യൂസ് വരും. സുമി, വരൂ, ഊണ് കഴിക്കാം. ശരിയായല്ലോ. സുമി, ഇത്രയും നല്ലൊരു സദ്യ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. സൂപ്പർ. ഇത്രയും കാലവും ഗിരിയുടെ നാവിനെ പിടിച്ചോണ്ടിരുന്ന രുചി നോൺ വെജിന്റെ അല്ലായിരുന്നോ? അതാ കാര്യം. അന്ന് നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ ഗിരിക്ക്? നാളെ മുതല് പാവയ്ക്ക ജ്യൂസും കഞ്ഞിവെള്ളമൊന്നും മാത്രമല്ല, നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട്. ഭക്ഷണത്തിനോട് ഗിരിക്ക് ഒട്ടും മടുപ്പ് വരാത്ത രീതിയിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി തന്നോളാം. പോരെ? ഈ നിയന്ത്രണമേ ഭക്ഷണകാര്യത്തിൽ മാത്രം പോരാട്ടോ, ഗിരിയുടെ മുൻകോപം കൂടി നിയന്ത്രിക്കണം. സ്വാമിമാരായാല് ആരെയും ചീത്ത വിളിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് സൂക്ഷിച്ചോളാമേ. കഴിക്കേ, പായസം ഉണ്ട് ഇനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.